ഉണ്ടാവുന്ന 6 അടയാളങ്ങൾ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുന്നു. ഈ 6 അടയാളങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾ ആഖിറത്തിൽ വിജയിക്കുന്ന ആളാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. എന്താണ് ആ ആഖിറത്തിൽ വിജയിക്കുന്ന ആൾക്കാരുടെ 6 അടയാളങ്ങൾ? മഹാനായ അബു അലി അൽ ഹസൻ ഇബ്നു അലി അൽ ജൗസാനി റഹ്മഹുല്ലാഹ്, അബു അലി അൽ ഹസൻ റഹിമഹുല്ലാഹ് വിവരിക്കുകയാണ്, മിൻ അലാമാത്തി സഅദത്തി അലൽ അബ്ദി, ഒരാൾ വിജയിക്കുന്നതിന്റെ അടയാളങ്ങൾ എന്തെല്ലോ. ഒരാൾ ആഖിറത്തിൽ വിജയിക്കുന്ന ആളാണെങ്കിൽ അയാളിൽ ഉണ്ടാവുന്ന അടയാളങ്ങൾ മഹാനവറുകൾ എഴുതി വെക്കുകയാണ്. ഒന്ന്, തൈസീറു ത്വാഅത്തി അലൈഹി, അയാൾക്ക് ഇബാദത്ത് ചെയ്യാൻ വലിയ എളുപ്പം ഉണ്ടാവും. അയാൾക്ക് നിസ്കാരം, നോമ്പ്, സിയാറത്ത്, സുഹൃതങ്ങൾ, ഇതൊക്കെ അയാൾക്ക് വലിയ ഇഷ്ടത്തോടുകൂടി അയാൾ ചെയ്യും. അയാൾക്ക് സിമ്പിളാണ്. എല്ലാ തിങ്കളാഴ്ചയോ സുന്നത്തും പോകാൻ എന്നെ കൊണ്ടൊന്നാവില്ല മോനെ. മൂപ്പർക്ക് 46-56 കൊല്ലായിട്ടുണ്ടോ മൂപ്പര് എല്ലാ തിങ്കളാഴ്ച സുന്നത്തും കൊടുക്കണ്ടോ? നീ എങ്ങനെയാ മോനെ സുബഹിക്ക് ഇത്ര നേരത്തെ ഉണർന്നിട്ട് പള്ളിയിലേക്ക് എന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് 1/4 മണിക്കൂറില്ലേ? ആ ചോദ്യം കേൾക്കുമ്പോഴാണ് മൂപ്പർക്ക് എന്നെ തോന്നുന്നത് ഇത് വലിയ ടഫായിട്ടാണ്. മൂപ്പർക്ക് ജീവിതത്തിന്റെ സാധാ ക്രമം പോലെയാണ്. ഒരാൾക്ക് ഇബാദത്തിന് എളുപ്പം കിട്ടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അയാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അയാൾ വിജയിക്കുന്ന ഗണത്തിൽപ്പെട്ട ആളാണ് എന്ന് മനസ്സിലാക്കാം. അത് മഹാന്മാർ ഒന്നാമത്തെ അടയാളം പറഞ്ഞു, തൈസീറു ത്വാഅത്തി അലൈഹി, അയാൾക്ക് ഇബാദത്തിന് എളുപ്പമുണ്ടാവും. സുന്നത്തുസ്കാരം എന്നൊക്കെ പറഞ്ഞു മൂപ്പർക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഒരു ദിവസം പോലും വിത്ർ, ളുഹ, തഹജ്ജുദ് ഒഴിവാക്കി. അതാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരാളുടെ ഖൽബ് ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ ഖുർആൻ എത്ര ഓതിയാലും വയറ് നിറയൂല. ഖൽബ് ഒരാളുടെ ശുദ്ധി ആയിട്ടില്ലെങ്കിലോ 2 പേജ് ഓതുമ്പോൾ തന്നെ മടുപ്പ് വരും. അൽക്കഫ് ഓതുമ്പോ ഇതെന്താ തീരാത്ത കുറെ ഉണ്ടല്ലോ, തീരാത്ത മൂപ്പർക്ക് അതൊരു മടുപ്പായിരിക്കും. അല്ലാഹ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ, ഖൽബ് ശുദ്ധിയായിട്ടുണ്ടെങ്കിലോ, ആഖിറത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിലോ, തൈസീറു ത്വാഅത്തി അലൈഹി, അയാൾക്ക് ഇബാദത്തിന് ഒരു എളുപ്പമുണ്ടാവും. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളാണ്. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ അയാൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു ഗുണമാണ് ഇബാദത്ത് ചെയ്യാനുള്ള ഉന്മേഷം. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ അൽ അൻവാറുൽ ഖുദ്സിയ്യ ഫി ആദാബുൽ ഉബൂദിയ്യ എന്ന കിതാബിൽ കാണാം, അയാൾ ഇബാദത്ത് ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും അയാൾ ഇബാദത്ത് ഇങ്ങനെ ചെയ്യും. എല്ലാ ദിവസവും മൂപ്പര് തസ്ബീഹ് നിസ്കരിക്കാറില്ല, പക്ഷെ മൂപ്പരങ്ങനെ നിസ്കരിക്കും. എന്തായാലും സമയമുണ്ടല്ലോ കുറച്ച് നിസ്കരിച്ചേക്കുക, അങ്ങനെ മൂപ്പർക്ക് ഒരു ശീലമായി രൂപപ്പെടും. ഓരോ ദിവസം കഴിയുന്നവർ മൂപ്പരുടെ ഇബാദത്ത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളാണ്. ഇബാദത്തിന് മടിയന്മാരാവും, എപ്പോഴും സുന്നത്തുകൾ ഒഴിവാക്കുന്നവരാവും. ജമാഅത്ത് നിസ്കാരത്തോട് നമുക്ക് താല്പര്യം ഉണ്ടാവണം. എല്ലാ ദിവസവും ഹദ്ദാദ് റാത്തീബ് ചൊല്ലണം. ഇപ്പൊ ഒരു ഉദാഹരണം നോക്കി, നമ്മുടെ ഉമ്മാമ്മമാര് അവരെല്ലാ ദിവസവും യാസീൻ, മുൽക്ക്, സജദ, റഹ്മാൻ, ദുഖാൻ, വാഖിയ, മുസ്ദമിൽ, ജിന്ന് എല്ലാം ഓതും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഉമ്മയുടെ ഉമ്മ അവർ മരിച്ചുപോയി, അള്ളാഹു അവരെ ഖബർ സ്വർഗ്ഗാക്കട്ടെ. ഒരു ദിവസം നമ്മുടെ നാട്ടിലെ വയലിന് പോകുമ്പോൾ ഉമ്മാമ്മയുടെ കൈ പിടിച്ച് ഇങ്ങനെ, കുറച്ച് പ്രായമായതുകൊണ്ട് കൈ പിടിച്ച് കൊണ്ടുപോവാ. അപ്പൊ അവിടെ എത്താറാവുമ്പോ ഉമ്മാമ്മ കരഞ്ഞുകൊണ്ട് കരച്ചിലോടെ പറയണത്, എൻ്റെ ദുഖാൻ ഓതിയിട്ടില്ല, ബാക്കിയല്ലേ തീർന്നിട്ടുണ്ട്, ദുഖാൻ ഓതിയിട്ടില്ല. കണ്ടോ, അവർക്കത് ഭയങ്കര സങ്കടം. പഴയകാല ഉമ്മാമ്മമാര് ആകെ 4ാം ക്ലാസ് വരെയൊക്കെ മദർസ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അവർക്കൊരു സൂറത്ത്, സബഉൽ മുൻജിയാത്തുനിന്ന് ഒരു സൂറത്ത് ഒഴിവാക്കിയാൽ 6 ഓതിയിട്ടുണ്ടാവും, 7ാമത്തെ ഒഴിവാക്കിയാൽ തന്നെ അവർക്ക് വിഷമമാണ്. അവർക്ക് ഇബാദത്ത് ഒരു സിമ്പിളാണ്. എല്ലാ ദിവസവും യാസീൻ ഓതും, എല്ലാ ദിവസവും മുൽക്ക്, എല്ലാ ദിവസവും ദുഖാൻ, എല്ലാ ദിവസവും റഹ്മാൻ, എല്ലാ ദിവസവും വാഖിഅ, അവരെല്ലാ ദിവസവും ഓതും. അതേസമയത്ത് നമ്മളോ ഒരു മുൽക്ക് സൂറത്ത് ഓതിക്കിട്ടാൻ തന്നെ കുറച്ചിൻ്റെ ഓത, ഏതായാലും ഇപ്പൊ ഒതുമില്ല, കുറച്ചിൻ്റെ ഓത ഏതായാലും ഉറങ്ങാനായിട്ടില്ല, കുറച്ചിൻ്റെ ഓത അതിന് ഒതുമില്ല. ഇബാദത്ത് ഒരാൾക്ക് തലവേദന പോലെ ആവുന്നുണ്ടെങ്കിൽ അയാളുടെ ഖൽബ് ശുദ്ധിയായിട്ടില്ല എന്നർത്ഥം.
ഒരാളുടെ കൽബ് മരിച്ചുപോയതിന്റെ അടയാളം അല്ലാ യജിദ ലിത്വാഅത്തി സമറ, ഇബാദത്ത് ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത്. ഇബാദത്ത് ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. മഹാനായ ഹുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ തൂക്കിക്കൊല്ലാൻ വേണ്ടി തൂക്കുമരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മഹാനവറുകളോട് ശത്രുക്കൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ലാസ്റ്റത്തെ ആഗ്രഹം? മഹാൻ പറഞ്ഞു, ഒരു 2 റക്അത്ത് നിസ്കരിക്കണമായിരുന്നു. കണ്ടോ ആഗ്രഹം കണ്ടോ? നിസ്കാരം കഴിഞ്ഞിട്ട് മഹാൻ പറയാ, കുറേ സമയം നിസ്കരിക്കണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾ വിചാരിക്കും എനിക്ക് മരണം പേടിയായതുകൊണ്ട് നിസ്കാരം ദീർഘിപ്പിക്കുന്നതാണ്, എനിക്ക് എൻ്റെ അള്ളാഹിനോട് വർത്താനം പറഞ്ഞിട്ട് പൂതി തീർന്നിട്ടില്ല. അവർക്ക് ഇബാദത്ത് ഒരു ആനന്ദമാണ്. ഒരു മഹാൻ അള്ളാഹുവിനോട് ഖുർആൻ ഓതുമ്പോൾ ദ്വാരക്കുമ്പോൾ പറയുന്നുണ്ട്, എന്താ റബ്ബേ ഖുർആനിൽ വലിയ സൂറത്തൊന്നും ഇറക്കിയിട്ടില്ലല്ലോ, ആകപ്പാട് അൽബക്കറ ആലിമ്രാനൊക്കെ അല്ലേ ഉള്ളൂ, അതൊക്കെ 2-2.5 മണിക്കൂർ കൊണ്ട് ഓതിത്തിരുന്നുണ്ടല്ലോ, ഒരു ദിവസം ഫുൾ ഓതാൻ പറ്റുന്ന ഒരു സൂറത്തൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. അപ്പോഴാണ് നമ്മൾ സൂറത്തുകൾ ഓതാതെ റുക്കൂയിലേക്ക് പോകണം. നമുക്ക് ഓത്തുണ്ടോ? കൂട്ടുകാരെ, എത്ര കാലം നമ്മളിങ്ങനെ ജീവിക്കല്, ഇങ്ങനെ അലസമായിട്ട് ജീവിക്കല്. ഇപ്പൊ ഈ വയല് കഴിഞ്ഞാലും ഈ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം ഞാൻ അങ്ങോട്ട് പറഞ്ഞാലോ, എന്ത് നല്ല വയലാണ്, അടുത്തോലും വിളിക്കാല്ലേ. ഫീഡ്ബാക്കുകളിൽ തീർന്നില്ലേ നമ്മുടെ വയലിന്റെ സദസ്സുകളുടെ കഥ? അല്ലെങ്കിൽ അടുത്തോലും ഉപ്പരെ വിളിക്കേണ്ട, ഉപ്പര ഒരു രസമില്ല, ഉപ്പര സ്റ്റൈൽ തീർന്നില്ലേ നമ്മുടെ കാലം? ഇതാണ് ഓരോ വയലിന്റെയും ഫീഡ്ബാക്ക് കിട്ടേണ്ടത്. ഇന്നത്തെ പരിപാടി കൊണ്ട് ഞാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എന്താണ് പുതുതായി ജീവിതത്തിൽ ഉണ്ടായത് എന്ന ആലോചന പങ്കുവെക്കുമ്പോഴല്ലേ ഈ വയലിന്റെ മജ്‌ലിസ് സാർത്ഥകമാവുന്നത്. എത്ര ചെലവുണ്ട് ഈ പരിപാടികൾക്ക്? അങ്ങനെയല്ലേ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ സാബിത്ത് ബിൻ അസ്ലം അൽ ബുനാനി റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് മഹാനവറുകളെ ഖബറിലേക്ക് താഴ്ത്തി വെച്ചു. ആ സമയത്ത് ഖബറിന്റെ മുകളിൽ വെക്കുന്ന കല്ല് ഒന്ന് താഴെ വീണുപോയി. ഖബർ കുഴിക്കുന്ന ആൾ ആ കല്ലെടുക്കാൻ വേണ്ടി താഴെ ഇറങ്ങിയപ്പോൾ കണ്ട അത്ഭുതം എന്താണെന്നറിയോ? ആ മഹാൻ ഖബറിന്റെ ഉള്ളിൽ നിന്ന് നിസ്കാരം ആരംഭിച്ചിട്ടുണ്ട്. ഖബറടക്കം പൂർത്തിയായിട്ടില്ല, അതിനു മുന്നേ എണീറ്റ് നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഈ മുഅ്മിനീങ്ങൾക്കെല്ലാം അത്ഭുതം വന്നു. വേഗം ദഫൻ പൂർത്തിയാക്കി, ഖബറടക്കം പൂർത്തിയാക്കി. മഹാനവറുകളുടെ മകളുടെ അടുത്തേക്ക് വീട്ടിലേക്ക് പോയി ചോദിച്ചു, മകളോട് ചോദിച്ചു, ഉപ്പാന്റെ ലൈഫ് എങ്ങനെയായിരുന്നു മോളെ? ഉപ്പ എല്ലാ ദിവസവും 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും, ഒരു ഖത്ം ഓതി തീർക്കും. സുബ്ഹിയോടടുത്താൽ ഉപ്പ പൊട്ടി പൊട്ടി കരഞ്ഞ് ദുആ ചെയ്യും, അല്ലാഹുവേ ഖബറിൽ ആർക്കെങ്കിലും നിസ്കരിക്കാൻ തൗഫീഖ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ സാബിത്തിന് അത് തരണേ അല്ലാഹു. ഖബറിൽ ആർക്കെങ്കിലും നീ നിസ്കരിക്കാൻ തൗഫീഖ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കോ ഇല്ലയോ, അത് നിയമത്തിൽ പെട്ടതാണോ അല്ലയോ, ഖബറിൽ അങ്ങനെ നിസ്കാരമുണ്ടോ ഇല്ലയോ, അതൊന്നും എനിക്കറിയില്ല. അഥവാ നീ കൊടുക്കൽ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ ഈ സാബിത്തിന് അത് തരണേ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 300 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടും സാബിത്ത് അങ്ങക്ക് നിസ്കരിച്ചിട്ട് പൂതി തീർന്നിട്ടില്ല. പ്ലീസ് തരണേ അല്ലാഹ്, എനിക്ക് നിസ്കാരം ഒരു ഹരമാണ്, ടേസ്റ്റാണ്. എത്ര പേരാ ഇന്ന് മഗ്‌രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിച്ചത്? എത്ര പേരാണ് കൃത്യമായി വിത്ർ നിസ്കരിക്കുന്നത്? കൂട്ടുകാരെ, നമ്മളെ അമല് നമ്മളല്ലാതെ വേറെ ആരാ ചെയ്യുക? കുറ്റിപ്പുറത്ത് ചെന്നൈ മെയിൽ എന്ന ട്രെയിൻ വന്ന് ഇറങ്ങിയപ്പോൾ ഇവിടുന്ന് 2 മുത്തഅല്ലിമീങ്ങൾ വന്നിട്ട് എന്നെ പിക്ക് ചെയ്തു. എനിക്ക് എവിടെയാണോ എത്തേണ്ടത് അവർ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും, അല്ലേ? അതെ. ഏതെങ്കിലും ഒരു കുട്ടി നമ്മളോട് വന്നിട്ട് പറയോ, ഉസ്താദിന്റെ ഇന്നത്തെ തബാറക്കയും വാഖിയ സൂറത്തൊക്കെ ഞാൻ ഓതാമെന്ന്? ഏതെങ്കിലും ഒരാൾ നമ്മളോട് വന്നിട്ട് പറയോ, എനിക്ക് ഉസ്താദിനോട് വലിയ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആചാര്യ നിങ്ങളോട് വലിയ താല്പര്യമാണ്, നിങ്ങൾ എല്ലാ ദിവസവും രാത്രി ചൊല്ലുന്ന ഹദ്ദാദ് ഞാൻ ചൊല്ലാന്ന് പറയോ? അവനവന്റെ അമൽ അവനവൻ തന്നെ ചെയ്യണ്ടേ? നമ്മുടെ ഖബർ നമ്മൾ എന്നല്ലേ വെളിച്ചമാക്കേണ്ടത്, നമ്മളല്ലേ അമല് ചെയ്യേണ്ടത്. ഈ ദുനിയാവല്ലാതെ വേറെ അമല് ചെയ്യാൻ ലോകമുണ്ടോ? ഒരു മനുഷ്യന്റെ ലോകം 6 ലോകമാണ്.
ഒന്ന് ആലമുൽ അർവാഹ്, റൂഹിന്റെ ലോകം, ആ കാലം അങ്ങ് കഴിഞ്ഞു. രണ്ടാമത്തത് ഉമ്മന്റെ ഗർഭാശയം, കുറഞ്ഞ കാലം, ആ കാലവും കഴിഞ്ഞു. മൂന്നാമത്തത് ഇപ്പോൾ തുടരുന്ന ദുനിയാവ്. 4 ഖബർ, 5 വിചാരണ, 6 പ്രതിഫലത്തിന്റെ ലോകം. ഈ 6 ലോകത്ത് ആകെ പണിയെടുക്കേണ്ട ലോകം, അധ്വാനിക്കേണ്ട ലോകം ഈ ദുനിയാവ് മാത്രമാണ്. അതല്ലേ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് ആൾക്കാർ വന്ന് ചോദിച്ചു, നിങ്ങൾ സാധാരണ ജീവിതത്തിൽ ചിരിക്കലും പുഞ്ചിരിക്കലൊക്കെ വളരെ കുറവാണ്, എപ്പോഴും ആഖിറം ഓർത്ത് ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളിൽ ചിരി കാണൽ വളരെ കുറവാണ്. പക്ഷെ ഇപ്പൊ എന്താ നിങ്ങൾ ചിരിക്കണത്? സാധാരണ ചിരിക്കുന്ന ആൾ പോലും മരിക്കുന്ന സമയത്ത് ചിരിക്കൂല. സാധാരണ ചിരി കുറവുള്ള നിങ്ങൾ എങ്ങനെയാ ഇപ്പം ചിരിക്കണത്? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹുവിന്റെ മറുപടി എന്താണെന്ന് അറിയാമോ? ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുത്താൽ ചിരിക്കേണ്ട കാലത്ത് ചിരിക്കാം. അതാണ് മുഅ്മിനീങ്ങളെ ഈ ദുനിയാവിന്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ സൂറത്തുൽ ഗാശിയ കേൾക്കാറുണ്ട്. ഹൽ അതാക ഹദീസുൽ ഗാശിയ. അതിൽ പറയുന്നുണ്ടല്ലോ, വുജൂഹു യൗമഇദിൻ നാഇമ. ആഖിറത്തിലെത്തുമ്പോൾ ചില മുഖങ്ങൾക്ക് വലിയ പ്രകാശവും തിളക്കവുമായിരിക്കും. എന്താ അതിന്റെ കാരണം? ലിസഈഹാ റാദിയ. അവർ പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുത്തിട്ടുണ്ട്. പണിയെടുക്കേണ്ട ലോകമല്ലേ ഈ ലോകം എന്ന് പറയുന്നത്. നമ്മൾ ആരുടെ ആണ്ടാണോ കഴിക്കുന്നത്, ആരുടെ പേരിലാണോ ഉറൂസ് കഴിക്കുന്നത്, വാതോരാതെ നമ്മളെല്ലാവരും സംസാരിക്കുന്നില്ലേ ആ മഹാന്മാരുടെ ഇബാദത്തുകൾ, ആ മഹാന്മാരുടെ ത്യാഗനിർഭരമായ ജീവിതങ്ങൾ? കൂട്ടുകാരെ, നമ്മുടെ ഉറൂസൊന്നും ആരും കഴിച്ചില്ലെങ്കിലും നമ്മുടെ ഖബർ വെളിച്ചമാക്കാൻ നമ്മുടെ കയ്യിൽ അമലുണ്ടാവണം. അത് വേണം. ഉദാഹരണം പറയാം. നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു ബോക്സ് സ്ഥാപിച്ചു എന്ന് വിചാരിക്കും. ഭണ്ഡാരം എന്നാണ് നമ്മളെ നാട്ടിലൊക്കെ അതിന് പറയല്. ബോക്സ് സ്ഥാപിച്ചു, ഒരു കുറ്റി. അതില് ഓരോ ദിവസവും 50, 100, 200 ഇടാറുണ്ട്. പൈസ വെറുതെ ലാവിഷായി കളഞ്ഞു പോകുന്നുണ്ട്. ഭാര്യ പറഞ്ഞ ട്രിക്കാണത്. ശമ്പളം കിട്ടുന്ന ദിവസം അല്ലാത്ത ദിവസങ്ങളൊക്കെ ചില്ലറയും മറ്റൊക്കെ നന്നായിട്ടിടും. ഇടയിൽ 500 രൂപ ഒക്കെ ഇടാറുണ്ട്. സത്യത്തിൽ അത് തുടങ്ങിയതൊക്കെ മറന്നുപോയി. ഭാര്യയാണത് ഹാൻഡിൽ ചെയ്യുന്നത്. 8 കൊല്ലം കഴിഞ്ഞ് ആ ബോക്സ്, വലിയ ബോക്സ് സ്ഥാപിച്ചിട്ട് ആയിടത്ത് നമ്മളുടെ മുഖത്ത് വളരെ നിരാശ, ഡിസ്പെയർ ഇൻ ബ്ലൂമായിട്ട് കണ്ടപ്പോൾ വൈഫ് ചോദിച്ച്, വാട്ട് യു ഹാപ്പൻ? നിങ്ങൾക്ക് എന്താ പറ്റിയത്? കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ടെൻഷൻ പോലെ. ഞാൻ ഒരാൾക്ക് ഒരു 4 ലക്ഷം കൊടുക്കാൻ റോളാക്കി ഞാൻ തന്നെ ഒരു റോളാവാൻ സാധ്യതയുണ്ട്. എന്താ ചെയ്യാ? അതിന് നിങ്ങൾക്ക് ആ ബോക്സ് പൊളിച്ചാൽ പോരെ. ഏത് ബോക്സ്? അതിനിപ്പം എന്താ ഉണ്ടായാലും അത് പൊളിച്ചാൽ പിന്നെ ഒന്നും അല്ല. അത് തുടങ്ങിയിട്ട് 10-12 കൊല്ലമായില്ല. അതെ, അത് പൊളിച്ചാൽ പോരെ. അതിലൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എത്ര ക്യാഷ് വേണ്ടത്? 4 ലക്ഷം. 4 ലക്ഷത്തിനേക്കാൾ കൂടുതൽ ആ ബോക്സിലുണ്ടെങ്കിൽ നിങ്ങൾ എന്താ എനിക്ക് തരിക? വൈഫിന്റെ വെല്ലുവിളി, ചാലഞ്ച്. അത് ഫുള്ള് നീ എടുത്തോളി. ഭർത്താക്കന്മാർക്ക് എപ്പോഴും കാര്യനിർവഹണത്തിന് മുമ്പ് ഡയലോഗ് കുറച്ച് കൂടുതലായിരിക്കും. ഫുള്ള് എടുത്തോളി. അങ്ങനെ ബോക്സ് പൊളിച്ചു നോക്കുമ്പോൾ കിട്ടിയത് 9,26,000 രൂപ. വലിയ പൊട്ടി. ഭാര്യ എപ്പോഴും 500, 2000 ഒക്കെ ഇടാറുണ്ട്. അത് 400-500 നോട്ടൊക്കെ. ഭർത്താവ് ചിലത് അറിയാറില്ല, ചിലത് അറിയും. ഇത് കണ്ടാൽ നമുക്ക് എത്ര സന്തോഷമുണ്ടോ? എന്താ സന്തോഷത്തിന് കാരണം? നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളുടെ പണം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. സരിയൂസ് ഖത്തീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിന്റെ ഖബറിന് ഇതേപോലെ നീ ബോക്സ് ആയിട്ട് സങ്കല്പിക്കുക. വലിയ പെട്ടിയാണല്ലോ. അതിൽ നീ എല്ലാ ദിവസവും ആരം കണ്ടാല് സലാം പറഞ്ഞിട്ട് 10 രൂപ ആയി. ആരെങ്കിലൊക്കെ സലാം പറഞ്ഞ് മടക്കിയാൽ പള്ളിയിൽ കയറുമ്പോ ഒക്കെ വലത്തേക്കാൽ ജനാസന്റെ കൂടെ നടക്കുക. 2000-ന്റെ 2000 നോട്ട് പണ്ട് നിരോധിക്കുന്നതിന് മുമ്പ്. ഉമ്മാക്ക് സ്വതക്കെ ചെയ്യാം. അയ്യടോ
അതിന്റെ കൂലി എത്ര? 2000-ന്റെ 20,000 നോട്ട്. ഇങ്ങനെ ലാസ്റ്റ് ആ ബോക്സ് പൊളിക്കുന്ന ദിവസം, അഥവാ നീ മരിക്കുന്ന ദിവസം ആ ബോക്സ് പൊളിച്ചു കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഞാൻ ചെയ്ത അമൽ തന്നെയാണോ? ശരിയെന്നല്ലേ? കണ്ട, അങ്ങനെ നമുക്ക് കഴിയണം. ഇന്നലെ വിത്തർ നിസ്കരിക്കാത്തതുകൊണ്ട് നമുക്ക് എന്താ ഇപ്പൊ ലാഭം കിട്ടിയത്? എന്താ ഇപ്പൊ കിട്ടിയത്? ഇന്നലെ സുബഹിന് നേരത്തെ ഉണരാത്തോണ്ട് എന്താ ഇപ്പൊ കിട്ടിയത്? 5 മിനിറ്റ് ഉറക്കം. ആ 5 മിനിറ്റ് ഉറക്കം കൊണ്ട് എന്താ ഇപ്പൊ നമുക്ക് കിട്ടിയത്? എല്ലാ ദിവസവും വിത്തറും തഹജ്ജുദും ദുഹയും റവാത്തിബും നിസ്കരിക്കുന്ന നമ്മളെ ഉമ്മാമയും നമ്മളും ആഖിറത്തിൽ ഒരേപോലെ ആവുന്ന ഏതെങ്കിലും ഒരാൾക്ക് ബുദ്ധിയിൽ തോന്നുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ ഉമ്മാമക്ക് ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റയും ഒന്നും അറിയാത്തതുകൊണ്ട് എല്ലാവരും കയറിയിടും. ഓക്കെ, ഇടപെടുന്നില്ല. ആ ഉമ്മാമയും നമ്മളും ആഖിറത്തിൽ ഒരേപോലെ ആവുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? പണിയെടുക്കുന്നതിനനുസരിച്ചിട്ടല്ലേ സ്വർഗീയ സ്ഥാനങ്ങൾ ലഭിക്കും. അപ്പൊ ഒരാൾ വിജയിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ദുനിയാവിൽ ഇബാദത്ത് എളുപ്പമായിരിക്കും. ഇബാദത്ത് ഇങ്ങനെ ചെയ്ത് 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 നമ്മുടെ ശരീരത്തിനെ പാകപ്പെടുത്തണം. നമുക്ക് തോന്നുകയാണ് എനിക്ക് സുബഹിക്ക് എണീക്കാൻ കഴിയില്ല. നീ എന്താണ് സുബഹിക്ക് എണീക്കാത്തത്? അത് എന്റെ ഉറക്ക് എന്ന് പറഞ്ഞാല് ബോംബ് പൊട്ടി അവരെണീക്കൂല. പാവം, കണ്ടാൽ തന്നെ ഒരു ക്യാബിനറ്റ് ഒന്ന് പാവം. അലാറം വെച്ചൂടെ? അലാറം ഒന്നും കാര്യമില്ല. ആയിടക്കാണോ എന്റെ കൂട്ടുകാരോ എന്നോട് പറയണത്? പെങ്ങളെ ഭർത്താവ് വരുന്നുണ്ട്, ഇത്തിഹാദിനാണ്, കൊച്ചിയിലാണ്. ഇപ്പൊ എന്നോട് കോഴിക്കോട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഇല്ലാന്നാ മനസ്സിലായത്. ഫ്ലൈറ്റ് ഇറങ്ങണത് 3:30-ക്കാണ്. ലഗേജ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു 4 മണിക്ക് പുറത്തിറങ്ങും. നമുക്ക് പോകണം. എത്ര മണിക്ക് പോകണം? ഇവിടുന്ന് ഒരു 2:30-ക്കെങ്കിലും പോകണ്ടല്ലേ? ആ, 2:30 പോകണം. നീ വരുമോ? ആ, മിസ് അടിച്ചാൽ മതി. അലാറം വെക്കണം? വേണ്ട. പോകുമ്പോ വേണ്ട. നമ്മൾ ഒരു കാര്യം മനസ്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്കിപ്പോ ഈ ഭാഗത്ത് അങ്ങോട്ട് മനസ്സിൽ കൊടുക്കണില്ല. നമ്മൾ അധികം ആളും വിചാരം കുറച്ച് വയസ്സൊക്കെ ആയിട്ട്. നിങ്ങൾ ലോകത്തെ മുഴുവൻ പള്ളിക്കാടും എടുത്ത് പരിശോധിച്ച് നോക്കിയേ. ഇവിടെ മുതൽ ലോകത്തെ മുഴുവൻ പള്ളി മൈതാനിയും എടുത്ത് പരിശോധിച്ചാൽ പ്രായം കൂടുതൽ എത്താത്തവരുടെ ഖബറായിരിക്കും 90% ആൾക്കാരുടെ ഖബറും എന്ന് സയ്യിദുൽ ഖാസിറിൽ ഹാഫിദ് ഇബ്നുൽ ജൗസിയുടെ പരാമർശം കാണാം. ഉറപ്പാണ്. ബുള്ളറ്റിന് ഉള്ള സൗണ്ട് മുഴുവൻ ഉണ്ടാക്കിയിട്ട് പോകുന്ന ചെറുപ്പക്കാരുടെയും വിചാരം എന്താ? എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം നമ്മളൊന്നും മരിക്കൂല. അവരുടെ നടത്തം കണ്ട് അങ്ങനെ തോന്നുക നമ്മളൊന്നും മരിക്കൂല. എന്ത് മരിക്കൂല? എത്ര എത്ര മരണങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നത്. 2 ആഴ്ച മുന്നേ എന്റെ നാട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരൻ മരിച്ചു. എന്റെ ജ്യേഷ്ഠന്റെ സുഹൃത്തു കൂടിയാണ്. മഞ്ഞപ്പിത്തം കരളിന് ബാധിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് മരണപ്പെട്ടു. വീട് പണി തുടങ്ങിയത് ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. തറ എടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസം അതേ വീട്ടിൽ നിന്ന് ഇപ്പറഞ്ഞ ആളുടെ ജ്യേഷ്ഠൻ അതേ അസുഖം വന്ന് മരിച്ചു. പിറ്റേ ദിവസം ആ ജ്യേഷ്ഠന്റെ വീട് പണി ഏറെക്കുറെ ഫിനിഷിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ മനുഷ്യന്മാരെന്ന് പറഞ്ഞു. നമ്മളെങ്ങാനും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ മറ്റോ അതിനൊന്നും വേണ്ട. വേറെ ഏതെങ്കിലും പനി കൂടിയിട്ടോ വേറെ ഏതെങ്കിലും അസുഖങ്ങൾ വന്നിട്ടോ ഹോസ്പിറ്റലിൽ പോയി പ്രിസ്ക്രിപ്ഷനൊക്കെ ഡോക്ടർമാരെ എഴുതി തന്ന് ലാസ്റ്റ് മൂപ്പര് ഒരു ഡൗട്ട് പറഞ്ഞു, ബ്ലഡ് ഒന്ന് ടെസ്റ്റ്. എന്തിനാ ഡോക്ടറെ? ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. എന്നാലും ബ്ലഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്യാൻസർ സെന്ററിലേക്ക് സാമ്പിൾ ഒന്ന് എടുത്തിട്ട് വെറുതെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കളിക്കൂല, പിന്നെ യൂട്യൂബിൽ കളിക്കൂല, പിന്നെ ഈ സൂക്കടും തണ്ടും വാശിയൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ദുനിയാവിനോട് പൂതിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഭാഗത്ത് ചെയ്യാൻ ഭയങ്കര രസമായിരിക്കും. ഇത്രയുള്ളൂ. നമ്മൾ വയറ്റിനുള്ളിൽ മൊത്തം കാഷ്ടം. ജനിക്കുന്നതിന് മുമ്പ് ബീജത്തുള്ളി, മരിച്ചു കഴിഞ്ഞാൽ ദുർഗന്ധം. ഈ നമ്മളെന്തിനാ കുറെ അഹങ്കരിക്കുന്നത്?
നമ്മൾ ഇവിടെ അള്ളാഹു അയച്ചത് പണിയെടുക്കാനല്ലേ, ആ പണിയെടുത്തിട്ടല്ലേ പോണ്ടത്. കളിച്ച് രസിച്ച് അടിച്ചു പൊളിക്കുക എന്ന് പറയണ ലിബറൽ ചിന്താഗതി നമുക്കുണ്ടാകാൻ പറ്റുമോ? ഇല്ല, പണിയെടുക്കണം, അധ്വാനിക്കണം. അതാണ് വിജയിച്ചവരുടെ 6 അടയാളങ്ങളിലെ ഒന്നാമത്തെ. രണ്ടാമത്തത് അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ റൂട്ടിലെ. അയാളുടെ ജീവിതത്തിൽ സുന്നത്തുകൾ കൂടുതൽ ഉണ്ടാവും. ഒരാൾക്ക് അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും നല്ല വഴിയും അത് തന്നെയാണ്. അതാണ് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അത്തുർകു കുല്ലുഹാ മസ്തൂദത്തുൻ അലൽ ഖൽഖി ഇല്ലാ അലാ മൻ ഇഖ്തഫാ ആസാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റിസാലത്തുൽ ഖുശൈരിയുടെ ഇബാറത്താണ്. അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്യുമ്പോഴാണ് ഒരാൾ അല്ലാഹുവിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോഴാണ് അല്ലാഹുവിലേക്ക് എത്തിച്ചേരുന്നത്. എപ്പോഴാണ് ഒരാളുടെ ജീവിതത്തിൽ സുന്നത്തുകൾ കൂടുതൽ ഉണ്ടാവുന്നത്? അപ്പോഴാണ് അല്ലാഹുവിലേക്ക് എത്തിച്ചേരുന്നത്. അതാണ് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാഫിള അലാ സുനനിൻ വആദാബിൻ അസദ് മഅ്സൂറതൻ അൻ ഖൈരി മൻ ജാ മുർസലാ. മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന സുന്നത്തുകളെ നീ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. എന്നിട്ട് പറയാ, ഇന്നത്തസവ്വുഫ കുല്ലഹു ലഹുവൽ അദബ് വമിനൽ അവാരിഫി ഫത്ലുബൻ ഹുവ അമ്മില. ഒരാൾ സൂഫിയാവുക, നന്നാവുക എന്ന് പറഞ്ഞാൽ കുല്ലഹു ലഹുവൽ അദബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ സമയത്ത് ചെയ്യാൻ എന്താണോ നിർദ്ദേശിച്ചത് അത് മുഴുവനും ചെയ്യുമ്പോഴാണ് ഒരാൾ നന്നാവുന്നത്. വമിനൽ അവാരിഫി ഫത്ലുബൻ ഹുവ അമ്മില. ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു അതെല്ലാം പരമാവധി ഒരുമിച്ച് കൂട്ടിയ കിതാബാണ് അവാരിഫുൽ മആരിഫ്. ശേഷം മഖ്ദൂം തങ്ങൾ നമ്മളെ ഉപദേശിക്കുകയാണ്, നിനക്കൊരു സൂഫിയാവണോ, നിനക്ക് നന്നാവണോ, നീ അല്ലാഹുവിലേക്ക് അടുക്കുന്ന ആളാവണോ? ഇല്ലാ ദലീല അലാ ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത റസൂലിൽ മുക്മില. അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. റബ്ബിലേക്ക് ഒരാൾക്ക് ഉസൂലിന് എത്തിച്ചേരാൻ ഒരു വഴിയേ ഉള്ളൂ. ആ വഴി ഏതാണ്? ഇല്ലാ മുതാബഅത റസൂലിൽ മുക്മില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്യലാണ്. ഫീ ഹാലിഹി വ ഫഅലിഹി വ മഖാലിഹി ഫതതബ്ബഅൻ വ താബിഅൻ ലാ തഅവില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയാ ഇരുന്നത്, എങ്ങനെയാണ് കിടന്നത്, എങ്ങനെയാണ് ഉറങ്ങിയത്, അവിടുന്ന് ഉറങ്ങുമ്പോൾ പാലിച്ച അദബുകൾ എന്തെല്ലാം, ഇതെല്ലാം നമ്മൾ പഠിക്കുക. അതൊക്കെ നീ പരുതി എടുക്കുക, എന്നിട്ട് പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദിവസം എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോട് എങ്ങനെ പെരുമാറി, കുട്ടികളോട് എങ്ങനെ പെരുമാറി, പള്ളിയിൽ കയറുമ്പോൾ എങ്ങനെ, വീട്ടിൽ കയറുമ്പോൾ എങ്ങനെ, വീട്ടിൽ എങ്ങനെയായിരുന്നു പെരുമാറിയത്, ടോയ്ലറ്റിൽ പോകുമ്പോൾ ഉള്ള മര്യാദ എന്തെല്ലാം, തങ്ങളുടെ ഇഷ്ടങ്ങൾ എന്ത്, തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതെന്ത്, ഇതെല്ലാം പഠിക്കുക. എന്നിട്ട് പഠിച്ചതിന് ശേഷം ആ പഠിച്ചതെല്ലാം നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നീ അല്ലാഹുവിലേക്ക് എത്തിച്ചേരുന്നത്. അല്ലാത്ത കാലത്തോളം, സുന്നത്തെടുക്കാത്ത കാലത്തോളം അയാൾ അല്ലാഹുവിലേക്ക് എത്തൂല. സ്ഥിരമായി സുന്നത്ത് ഒഴിവാക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ദീന് കുറവായിരിക്കും. അയാളെ സാക്ഷിക്ക് പറ്റുമോ എന്ന് ഫിഖ്ഹിൽ ഒരു ചർച്ചയുണ്ട്. എല്ലാ ദിവസവും റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഒഴിവാക്കുന്ന ആൾ, അയാളെ സാക്ഷിക്ക് പറ്റുമോ ഇല്ലയോ എന്നൊരു ചർച്ചയുണ്ട് കിതാബിൽ. വൈകുന്നേരം നടക്കുന്ന നിക്കാഹിന് പോയിട്ട് ഒപ്പിടണ്ട, പേനൊക്കെ മച്ചിയുണ്ടെന്ന് വിചാരിച്ചിട്ട് പള്ളീന്റെ പുറത്ത് കാപ്പി അണ്ടിപ്പരിപ്പെല്ലാം ഉണ്ടാവും, വേ കുടിച്ചിട്ട് വിട്ടോളാം. സുന്നത്ത് നിസ്കാരം ഒഴിവാക്കുന്ന ആൾ സാക്ഷിക്ക് പറ്റുമോ ഇല്ലയോ എന്നൊരു ചർച്ച തന്നെയുണ്ട് ഫുഖഹാക്കൾക്കിടയിൽ. നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞൊരു ഗൗരവം. നമ്മളെ നാവിന് വിലയില്ലാന്ന്. മനുഷ്യന്മാരെ കൊണ്ട് പറ്റുന്ന പരിപാടി മൂപ്പരെ കൊണ്ട് പറ്റൂല എന്നാണ് പറയണത്.
സുന്നത്ത് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എല്ലാ സുന്നത്തും എടുക്കാൻ പറ്റൂലെങ്കിലും മഹാന്മാർ എഴുതി വെച്ചു, മാസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു. സുന്നത്തുകൾ എടുക്കുമ്പോഴാണ് അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞല്ലോ. അതെ, അള്ളാഹുവിലേക്ക് അടുക്കാൻ എല്ലാ സുന്നത്തും ചെയ്യണം. അള്ളാഹുവിലേക്ക് അടുക്കാൻ എല്ലാ സുന്നത്തും ചെയ്യണോ? ആയിരക്കണക്കിന് സുന്നത്തില്ലേ? സുന്നത്തായ എത്തിക്കാഫ്, സുന്നത്തായ നോമ്പ്, സുന്നത്തായ നിസ്കാരം, സുന്നത്തായ ഹജ്ജ്, സുന്നത്തായ ഉംറ, അങ്ങനെ പല സുന്നത്തും ഇല്ലേ? അങ്ങനെ എല്ലാ സുന്നത്തും ജീവിതത്തിൽ എടുത്താലേ അയാൾ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുള്ളൂ എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല, അല്ല. ഈ വിഷയത്തിൽ ഒരു കിതാബിനുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട്. സബീനു തുർഖയിൽ അല്ലാഹ് എന്നാണ് ആ കിതാബിന്റെ പേര്. കൻസുൽ ഉമാലിന്റെ മുസന്നിഫിന്റെ കിതാബാണ്. അതിൽ കാണാം, സുന്നത്തുകൾ കൊണ്ടാണ് അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറഞ്ഞ മുഴുവൻ കാര്യം ഒഴിവാക്കുക. ഹറാമുകൾ എല്ലാം ഒഴിവാക്കുക, എല്ലാ ഹറാമും ഒഴിവാക്കുക. എന്നിട്ട് ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ പതിവാക്കുക. എല്ലാ ദിവസവും ളുഹ നിസ്കരിക്കും. അങ്ങനെ കുറെ സുന്നത്തായ ഉംറയും സുന്നത്തായ ഇത്തികാഫൊന്നും മൂപ്പരിക്കില്ലെങ്കിലും എല്ലാ ദിവസവും മൂപ്പര് ളുഹ നിസ്കരിക്കും. അതായാലും മതി. ഒരു തെറ്റും മൂപ്പര് ചെയ്യാറില്ല. ഹറാമുകൾ മുഴുവനും ഒഴിവാക്കും. അഥവാ എന്തെങ്കിലും ഒരു ഹറാമ് വന്നു പോയാൽ തന്നെയും ഏടിൽ ആ ഹറാം എഴുതി വെക്കുന്നതിന് മുമ്പ് മൂപ്പര് അത് മായ്ക്കേണ്ട പരിപാടി ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ ഒരു ഹറാമ് സംഭവിച്ചാൽ 1 മണിക്കൂറേക്ക് ചുരുങ്ങിയത് 6 മണിക്കൂർ എന്നൊക്കെ ചർച്ചയിൽ കാണാം. 1 മണിക്കൂർ ചുരുങ്ങിയത് ഏടിൽ എഴുതാതെ മലക്കൾ കാത്തുവെക്കും. ഇസ്തിഗ്ഫാർ തൗബ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? വേഗം തൗബ ചെയ്ത് നന്നായി അയാൾ ശുദ്ധീകരിച്ചു. അങ്ങനെ എല്ലാ ഹറാമൊന്നും മാറിയെന്ന് ഒരു സുന്നത്തെങ്കിലും മൂപ്പര് എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞിട്ട് സൂര്യോദയം വരെ നിസ്കരിച്ച തന്നെ ഇരുന്നിട്ട് ദിക്റുണ്ട്. അതൊരു സുന്നത്താണ്. അല്ലെങ്കിൽ മൂപ്പര് എല്ലാ ദിവസവും റവാത്തിബ് കൃത്യം നിസ്കരിക്കും. അല്ലെങ്കിൽ മൂപ്പര് എല്ലാ തിങ്കളാഴ്ച സുന്നത്തും പോകും. അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച മൂപ്പര് അൽക്കഫ് ഓതുന്ന ആളാണ്. അങ്ങനെ ഒഴിവാക്കേണ്ട ഹറാമുകളെല്ലാം എല്ലാ തെറ്റും ഒഴിവാക്കി ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ പതിവാക്കുമ്പോൾ അവൻ അള്ളാഹുവിലേക്ക് അടുക്കും. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ മൂപ്പരുടെ ഒരു പ്രത്യേകത, മൂപ്പരുടെ അവയവങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കാനുള്ള പണി അള്ളാഹ് എന്നെ ചെയ്യും. അയാളെ മഹ്ഫൂദീങ്ങളിൽ കൊടുക്കും. അയാൾ തെറ്റ് ചെയ്യും. ആ അവയവങ്ങൾ മൂപ്പർക്ക് ചില സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ പോയാൽ മൂപ്പർക്ക് എന്നെ പറയും, ഫിഷ് മതി, വെജ് മതി എന്ന് പറയും. കാരണം അടുത്ത ചിക്കൻ എന്തോ പ്രശ്നമുണ്ടെന്ന് മൂപ്പർക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. മൂപ്പർക്ക് തോന്നുക അത് ആരും പറഞ്ഞൊന്നും കാര്യമില്ല. ഒരു ചാൺ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ ഒരു മുഴം അള്ളാഹ് എന്നെ ഇങ്ങോട്ട് അടുത്തു. മഹ്ദൂം റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ സദ്യക്ക് ക്ഷണിച്ച്, മഹ്ദൂം ഈ കുമ്പളങ്ങ കറി നല്ല ഇഷ്ടമാണ്. അങ്ങനെ പലഹാരത്തിന് ഈ കറി ഐറ്റംസിൽ കുമ്പളങ്ങ കറി വെച്ചിട്ടുണ്ട്. മഹാനവറുകൾ ആ വീട്ടുകാരനെ സ്വാഹിബുദ്ദാറിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് എവിടുന്നാ പറിച്ചെടുത്തത്? എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ. ഉറപ്പല്ലേ? അതെ. ഒന്ന് വൈഫിനോട് ചോദിച്ചു. അപ്പോൾ വൈഫ് പറഞ്ഞു, കുമ്പളങ്ങ ആകെ ഒരു ചെറിയ പീസേ ഉണ്ടായിട്ടുള്ളൂ, അത് മാത്രം മുന്നിൽ വെച്ചാൽ വളരെ കുറച്ചേ കറിയുള്ളൂ എന്ന് തോന്നുന്നതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് 2 കുമ്പളങ്ങ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് എൻ്റെ സമ്മതം പറയാമെന്ന് വിചാരിച്ചിട്ട്. ആ കുമ്പളങ്ങ സമ്മതം ഇല്ലാതെ കൊണ്ടുവന്ന കുമ്പളങ്ങ റെഡ് കളറിലായിട്ട് മഹാനവറുകളുടെ കണ്ണിന് കാണുന്നുണ്ട്. അവരുടെ കണ്ണ് ഞാനാകും. അവരുടെ കണ്ണ് ഞാനാകും. ഹാരിസുൽ മുഹാസിബി റളിയല്ലാഹു അൻഹു ഇദാ മദ്ദ യദഹു ഇല തആം, ഭക്ഷണത്തിലേക്ക് കൈ നീട്ടിയാൽ ഭക്ഷണത്തിൽ ഹറാമോ ശുബ്ഹത്തോ ഉണ്ടെങ്കിൽ വിരലിന് വിയർപ്പ്. അൽ ഫവായിദുൽ മുഖ്താറിൽ കാണാം, വിരലിന് വിയർപ്പ്. അവരുടെ കൈ ഞാനാകും, അവരുടെ കണ്ണ് ഞാനാകും. സുന്നത്തുകൾ എടുത്ത് ജീവിക്കുമ്പോൾ അവയവങ്ങൾക്ക് ഭയങ്കര ശക്തിയായിരിക്കും. ഒന്നാമത് പറഞ്ഞത് അവന്റെ കണ്ണ്, അവന്റെ കാത്, അവന്റെ കാല് ഞാനാകുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്നും തെറ്റ് ചെയ്യൂല മൂപ്പര്. രണ്ടാമത്തെ അർത്ഥം എന്താ? ആ അവയവങ്ങൾക്ക് നല്ല ശക്തി ഉണ്ടാവും. അവരൊരു വാക്ക് പറഞ്ഞാൽ അതിന് നല്ല അപ്പറുണ്ട്. അങ്ങനെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തെടുത്ത് ജീവിക്കുമ്പോൾ അവരുടെ നാവിന് വലിയ അസറുണ്ടാകുമെന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. അപ്പൊ സുന്നത്തെടുക്കുക, സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവരിക, ഇതാണ് ഒരാൾ വിജയിക്കുന്നതിന്റെ രണ്ടാമത്തെ അടയാളം.
മഹാനായ അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു വഫാത്താവാൻ മഹാനായ അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു വഫാത്താവാറായി. ലാസ്റ്റ് സമയം. അപ്പോ ശിഷ്യൻ ഇങ്ങനെ വിളിച്ചു. സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല, ആഫിയത്തൊക്കെ കുറഞ്ഞു പോയ ഒരു നിമിഷം. ശിഷ്യനോട് ആക്ഷൻ കാണിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് വുളൂഅെടുപ്പിക്കും മോനെ എന്ന്. വുളൂഅോടുകൂടി മരിക്കാനുള്ള പൂതി കൊണ്ട് അങ്ങനെ മുൻകൈ കഴുകി കൊടുത്ത് ശിഷ്യൻ വായിൽ വെള്ളം കൊപ്പിച്ചു. മുഖം കഴുകിയിട്ട് കൈ കഴുകാൻ ഒരുങ്ങുമ്പോൾ ശിഷ്യന്റെ കൈ അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു പിടിച്ചു. അൽ ബിദായത്ത് വന്നിഹായയിൽ കാണാം. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, എന്താ സാർ? എന്റെ ഈ നീണ്ട താടി മുളച്ച കാലം മുതൽ താടിയുടെ ഉള്ളിലേക്ക് വിരലുകൾ കയറ്റി ചിക്ക കറ്റുക എന്ന് പറഞ്ഞൊരു സുന്നത്തുണ്ട്, ഉള്ളിലേക്ക് വെള്ളത്തിക്കുക. ആ സുന്നത്ത് ഇന്ന് വരെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എന്നിട്ട് പിന്നെ മരണപ്പെടുമ്പോ അത് ഒഴിവാക്കല? നീ ആ സുന്നത്ത് ഒഴിവാക്കിയിട്ടാണോ എന്റെ കൈ കഴുകുന്നത് എന്ന് പറഞ്ഞ് മഹാനവറുകൾ തന്നെ വെള്ളത്തിലേക്ക് കൈയിട്ടു. എന്തിന്? ചിക്ക കറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൈയിട്ട് താടി ചിക്ക കറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഫാലത്ത് റൂഹുഹു, സുന്നിയായ ആ മഹാൻ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് വഫാത്തായി പോയി. കണ്ടോ? ഇതാണ് സുന്നി എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ എപ്പോഴും പോക്കറ്റിലെങ്കിലും ഒരു ടവ്വലോ ഒരു തൊപ്പിയൊക്കെ ഉണ്ടാവും. തലമറച്ച് നിസ്കരിക്കണം. ആരെ മുന്നിലെ ഈ മോഡലൊക്കെ കാണിക്കണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂഅെടുക്കുമ്പോൾ വരെ തലീക്കെട്ട് ഒഴിവാക്കിയിട്ടില്ലല്ലോ. സ്വഹീഹ് മുസ്ലിമിലില്ലേ ഹദീസ്? അല്പം തടവിയിട്ട് തലീക്കെട്ടിന്റെ മേലെയല്ലേ അവിടുന്ന് തല തടവിയത്? അത് സുന്നത്തല്ലേ? നമ്മുടെ ജീവിതത്തിൽ തല മറച്ചിട്ട് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. എല്ലാ സുന്നത്തും ജീവിതത്തിൽ കൊണ്ടുവരാൻ പരമാവധി ശ്രദ്ധിക്കും. ഒരാൾ വിജയിക്കുന്നതിന്റെ മൂന്നാമത്തെ അടയാളം അയാളുടെ കൂട്ടുകാര് നല്ല കൂട്ടുകാരായിരിക്കും. ഒരാൾ വിജയിക്കുന്നതിന്റെ അടയാളം മഹാന്മാരെ എഴുതി വെക്കുകയാണ്. ഒരാൾ നന്നാവുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അയാളെ കൂട്ടുകാർ നല്ലവരായിരിക്കും. മിക്കവാറും ആൾക്കാർ മോശമാവണത് ഗൾഫിലേക്കൊക്കെ പോയിട്ട് റൂംമേറ്റ്സുകാർ വഹാബികളാവുമ്പോഴാണ് ഓനും വഹാബിയായിട്ട് വരുന്നത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്, നമ്മളെ മക്കൾ നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി എന്താ? സുയാനത്തുൻ അൻ ഖുറനാഇ സൂഅ്. നമ്മളെ മക്കൾ നല്ലവരോടൊപ്പം കൂട്ടുകൂടണം. സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടുകാരായിരിക്കും നമ്മളെ മക്കൾ. കള്ളുകുടിയും ലഹരിയൊക്കെ ഉപയോഗിക്കുന്നത്, പുതിയ പുതിയ ഹറാമുകളായ ആപ്ലിക്കേഷനുകൾ സംവിധാനങ്ങൾ കുട്ടികൾ പഠിക്കുന്നത് കൂട്ടുകാരിൽ നിന്നാണ്. സിനിമകൾ ഷെയർ ചെയ്യുക, കുട്ടികൾ ഹറാമുകൾ ഷെയർ ചെയ്യുക, അതൊരു മോഡലാണിപ്പോൾ. യഥാർത്ഥത്തിൽ നമ്മളൊരു തെറ്റ് ചെയ്യുന്ന പോലെയല്ല, നമ്മൾ മുഖേന വേറൊരാൾ തെറ്റ് ചെയ്താൽ അത് വലിയ ദുരന്താണ്. കിതാബുകളിൽ കാണാം, വൈലുൻ ലിമൻ, ഒരാൾക്കാണ് സർവനാശങ്ങളും. ആരാണ് അയാൾ? മാത്ത, അയാൾ മരിച്ചിട്ടുണ്ട്, പക്ഷെ വമാ മാത്തത്ത് മഅഹു ദുനൂബുഹു, അയാളുടെ കൂടെ അയാളുടെ തെറ്റ് മരിച്ചിട്ടില്ല. അയാൾ മരിച്ചിട്ട് കബറിലേക്ക് എത്തിയിട്ടുണ്ട്, ശരി, പക്ഷെ അയാൾ ഒരുപാട് ആൾക്കാർക്ക് തെറ്റ് പഠിപ്പിച്ചു കൊടുത്തില്ല. ഇന്നാലിന്ന ആപ്പിൽ ഇന്നാലിന്നത് കിട്ടും, ഇന്ന ലിങ്ക്, അങ്ങനെ അങ്ങനെ പലതും പഠിപ്പിച്ചു കൊടുത്തില്ല. അക്കാരണം കൊണ്ട് അയാൾ മരിച്ചിട്ടുണ്ടെങ്കിലും അയാളുടെ തെറ്റ് കൂടെ മരിച്ചിട്ടില്ല. 100-200 കൊല്ലൊക്കെ ആരൊക്കെ ആ തെറ്റ് ചെയ്യുന്നുണ്ടോ അതിന്റെ മുഴുവൻ കുറ്റവും, ഹറാമിന്റെ കുറ്റവും, അവൻ ഇപ്പോഴും ജീവിച്ചിട്ട് ഹറാമ് ചെയ്യുന്ന ലൈവായിട്ടുള്ള ശിക്ഷ കിട്ടുന്നതാണ്. ലോകത്തെ ഏറ്റവും അപകടം പിടിച്ച ഒരു കാര്യമാണ് നമ്മൾ മുഖേന വേറൊരാൾ തെറ്റ് പഠിക്കുക എന്നുള്ളത്. നമ്മൾ മുഖേന ഒരു തെറ്റ് പഠിച്ചാൽ അതേപോലെ തെറ്റിന്റെ വിഷയത്തിൽ ഗൗരവത്തിലുള്ള ഒരു കാര്യമാണ് ചെയ്ത തെറ്റ് ന്യായീകരിച്ചാൽ. അതൊന്നും ഈ കാലത്ത് നോക്കിയാൽ നടക്കുമല്ലോ. കുറച്ചൊക്കെ കോളേജ് അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടാ. തെറ്റ് ചെയ്താൽ കാഫറൊന്നും ആവില്ല. തെറ്റ് ചെയ്ത കാഫറാവും. ഒരാൾ കള്ളു കുടിച്ച കാഫറാവും ഇല്ല. തെറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഇപ്പൊ നോക്കിയ ബിസിനസ് എല്ലാം നടക്കുമെന്ന് വെച്ചാല് കുറച്ച് അപകടം പിടിച്ച വാക്കാണത്. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയരുത്. തെറ്റ് ചെയ്തിട്ട് അത് പരസ്യമാക്കിയാലും വലിയ ഗൗരവമാണ്. തെറ്റ് ചെയ്യുക, അത് സ്റ്റാറ്റസ് ഇടുക. തെറ്റ് ചെയ്യുക, അത് ഫാമിലി ഗ്രൂപ്പിലിടുക, വലിയ ഗൗരവമുള്ള കാര്യമല്ലേ? അതൊന്നും നമ്മളിൽ നിന്ന് സംഭവിക്കും.
എൻഗേജ്മെന്റിന്റെ സമയത്തൊക്കെ ചില ആൾക്കാർക്കുണ്ട് അങ്ങനെ 2, 3, 4, 5 കിലോയിലെ മിഠായി വാങ്ങിയിട്ട് ആ മഹല്ലിലെ മുഴുവൻ പാവങ്ങളെയും സമ്മർദ്ദത്തിലാക്കും. അവര് സമ്പത്ത് നശിപ്പിച്ചതിന്റെ കുറ്റം അവർക്ക് കിട്ടുമെന്ന് മാത്രമല്ല, ഈ പാവങ്ങളെല്ലാം മനസ്സ് വേദനിച്ചു പോയി. കാരണം ഇനി അടുത്ത ഇവരുടെ മോളെ കല്യാണം വരുന്നുണ്ട്, വരുന്ന 18-ന്. ഇവരും എന്തെങ്കിലുമൊക്കെ ചെയ്യൽ നിർബന്ധിതരാവാൻ ഈ വീഡിയോ, ഈ റീൽ കാരണമായി തീർന്നാൽ ആ പാവങ്ങളെ മനസ്സ് വേദനിപ്പിച്ചതിന്റെ കുറ്റം കൂടി നമുക്ക് കിട്ടൂലേ? അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള 3 കാര്യങ്ങളുണ്ട് ഹദീസിൽ കാണാം. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള 3 കാര്യങ്ങൾ. ഒന്ന് ഖീല വഖാല, കേട്ടതും കണ്ടതും ഒക്കെ ഇങ്ങനെ പറയാം, ഷെയർ ചെയ്യാം. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. കിട്ടിയത് മുഴുവനും ഫാമിലി ഗ്രൂപ്പിലും മഹല്ല് ഗ്രൂപ്പിലും ഷെയർ ചെയ്യും. എന്നിട്ട് അതിന്റെ താഴെ ഏതെങ്കിലും ഒരു 8ാം ക്ലാസ്സുകാരനായ ചെറിയ മോന് ഇറ്റ് ഈസ് വെരി വെരി ഓൾഡ് എന്ന് പറയലോടുകൂടി ഫുള്ള് പോയി. ഇയാളെ വില പോയില്ലേ? ഈ ഉപ്പാപ്പന്റെ വില പോയില്ലേ? ഈ ഉസ്താദിന്റെ വില പോയില്ലേ? ഈ ഉമ്മാമ്മന്റെ വില പോയില്ലേ? അത് 48 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 28 കൊല്ലം മുമ്പ് മെക്സിക്കോയിലോ സ്ലോവാക്യയിലോ നടന്നതാണ്, ഇതൊന്നും പുതിയതല്ല. അങ്ങനെ ചില ആൾക്കാർ അങ്ങനെ ജപ്പാനിൽ ഇങ്ങനെ നടന്നു, ജർമ്മനിയിൽ അങ്ങനെ നടന്നു, ഇന്ന കമ്പനി കഴിച്ചിട്ടാണ് ക്യാൻസർ വരുന്നത്, ഇന്ന ചായപ്പൊടിയാണ് പ്രശ്നം. അറിയാത്ത കാര്യം എന്തിനാ പറയാൻ നിൽക്കുക? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമു, വിവരമില്ലാത്ത കാര്യം എന്തിനാ നമ്മൾ ഇടപെടാൻ നിൽക്കുന്നത്? ചില ആൾക്കാർക്കുണ്ട്, കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ പ്രത്യേക ജോലിയൊന്നും വീട്ടിലില്ല, അപ്പൊ സ്മാർട്ട് ഫോൺ മോന് കൊടുത്തേക്കും ചെയ്തിട്ടുണ്ട്. ഉള്ളത് മുഴുവനും കിട്ടിയത് മൊത്തം ഗ്രൂപ്പിലിടാം. ആയത്തിൽ കുറിച്ചിയുടെ 46 നേട്ടങ്ങൾ, 45 ശരിയാന്ന് വിചാരിച്ചോ, 46ാമത്തത് കളവാണെങ്കിൽ അത് നമ്മൾക്ക് ആഖിറത്തിൽ കുടുങ്ങാനുള്ള കാരണം. അറിയാത്ത വിഷയത്തിൽ നമ്മൾ ഇടപെടാൻ നിൽക്കണ്ട. നമ്മൾ അള്ളാഹു ദഅവത്തൊന്നും ഏൽപ്പിച്ചിട്ടില്ല. അറിവുള്ളവര് ആ ദഅവത്ത് നടത്തിക്കോളൂ. നമുക്കറിയുന്ന കാര്യം മാത്രം പറയും. ഉറപ്പില്ലാത്ത ഒരു കാര്യം പറയാനും നമ്മൾ നിൽക്കരുത്. ഇന്നല്ലാഹ കരീഹ ലക്കും, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളതാണ് ഖീല വഖാൽ, കേട്ടതും കണ്ടതും പറയല്, കിട്ടിയതൊക്കെ ഷെയർ ചെയ്യൽ. കഫമിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടത് മുഴുവനും പറയുന്ന ആളായാൽ തന്നെ ഓൻ കളവറിയുന്ന ആളായി. അങ്ങനെ ആവരുത്. നമ്മുടെ നാവിന് വില ഉണ്ടാവില്ല, നമ്മുടെ മെസ്സേജിന് വില ഉണ്ടാവില്ല. കാർണോറിട്ട വീഡിയോ അല്ലേ, 86 MB ഉണ്ടാവും, ഒരു ഉപകാരം ഉണ്ടാവില്ല, പിള്ളേർ ആരും ഡൗൺലോഡ് ചെയ്യൂല, വില നഷ്ടപ്പെടും. നമുക്ക് ഒന്നും ഉണ്ടാവില്ല. വെറുതെ ഇങ്ങോട്ട് ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുക, മനുഷ്യന്മാരെ സമയം കളയാൻ. അതിന് നിൽക്കരുത്. ഖീല വഖാൽ, കേട്ടതും കണ്ടതൊക്കെ ഇങ്ങനെ കിട്ടിയതൊക്കെ ഷെയർ ചെയ്യും. അത് അള്ളാഹ്ക്ക് വലിയ വെറുപ്പുള്ള കാര്യം. രണ്ടാമത്തത് ഹദീസിൽ കാണാം, അള്ളാഹുവിന് വളരെ വെറുപ്പുള്ള രണ്ടാമത്തെ കാര്യമാണ് കസറത്തു സുആൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർക്ക്. ഉസ്താദ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കുറ്റിപ്പുറത്ത്, കുറച്ചപ്പുറം വരെ എന്ന് വെച്ചാല് കുറച്ചങ്ങോട്ട് എന്ന് വെച്ചാല്, എടോ ഉത്തരം പറയൽ ആവശ്യമുണ്ടെങ്കിൽ ഉസ്താദ് പറയൂലേ, നീ എന്തിനാ ചോദിക്കാൻ നിൽക്കണത്? ഉത്തരം പറയുന്നത് അവർക്ക് പ്രയാസാവുന്ന കണ്ടാൽ അത് ചോദിക്കരുത്. നമ്മൾ ചോദിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്താ ബിസിനസ്? നിങ്ങൾ അടിപൊളിയായിട്ട് നടക്കണില്ല, എന്താ ബിസിനസ് ഉണ്ട്? എന്തിനാണ് അതൊക്കെ നമ്മൾ ചോദിക്കാൻ നിൽക്കുന്നത്? എവിടെ പോകുന്നത്? കുറച്ചിപ്പുറം വരെ, കുറച്ചിപ്പുറം എന്ന് വെച്ചാൽ കുറച്ചപ്പുറത്ത് എന്ന് വെച്ചാൽ എന്തിനാ നമ്മൾ ചോദിക്കാൻ നിൽക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടരുത്. എനിക്ക് ആവശ്യമുണ്ട്, അതിനെ ചോദിക്കണത്. ബനോ ഇസ്രായേലുകാർ മുമ്പ് തോറ്റുപോയത് ആവശ്യമില്ലാത്ത കാര്യം ചോദിച്ചിട്ടാണ്. ചില ആളുണ്ടാവും, ചില നാട്ടിലെ മഹല്ല് ഗ്രൂപ്പിലും മഹല്ല് കമ്മിറ്റിയൊക്കെ നടത്തുന്ന ക്വിസ് കോമ്പറ്റീഷനിലും കാണാം, ഒരു ഉപകാരമില്ലാത്ത ചോദ്യം, ഒരു ഉപകാരമില്ലാത്ത. യൂസുഫ് നബിയെ പൊട്ടക്കണക്കിൽ നിന്ന് പിന്നെ വ്യാപാരികൾക്ക് എത്ര പൈസക്കാണ് വിറ്റത്, അത് കിട്ടിയിട്ട് എന്താ കാര്യം? എന്താ കാര്യം? സുലൈമാൻ നബിയോട് സംസാരിച്ച ഉറുമ്പിന്റെ പേരെന്ത്? എന്തൊരു കഷ്ടം, എന്താ പറയുക? എന്താ അതിനെ കൊണ്ട് ഉപകാരം? അത് കിട്ടിയെന്ന് വിചാരിച്ചാൽ എന്താ അതിനെ കൊണ്ട് ഉപകാരം? ഓതിയാൽ ദാരിദ്ര്യം മാറുന്ന സൂറത്ത് ഏതെന്ന് വെച്ചാൽ കിസിന് ഉത്തരം കിട്ടിയിട്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ അയാളെ വാക്കിയ സൂറത്ത് ഓതിയത് നല്ല കാര്യമായി. എന്നൊക്കെ ഉപകാരമുള്ള മാത്രം നമ്മൾ ചെയ്യാം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്, ചോദിക്കരുത്. ചിലരിങ്ങനെ ചോദിക്കും, എത്ര ആളുണ്ട്, എത്ര മക്കളെ, കല്യാണം കഴിച്ചിട്ട് എത്ര, കല്യാണം കഴിച്ചിട്ട് ഇത്ര മക്കൾ ശരിക്കും പോരല്ല. ഇതാണ് എനിക്ക് എന്തിന്റെ കാര്യം? എനിക്ക് എന്തിനു സൂക്കണം? എന്തിനാ ഇതിലെല്ലാം ഇടപെടേണ്ട ആവശ്യം? അതിലൊന്നും നമ്മൾ ഇടപെടില്ല. അള്ളാഹുവിന് വളരെ വെറുപ്പാണ്. ഉത്തരം പറയുന്ന ആൾക്ക് ഉത്തരം പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കണ്ടാൽ ആ ചോദ്യം ചോദിക്കരുത്. മാലിക് ഇമാമിനോട് ഒരാൾ ചോദിച്ചു,
നിങ്ങൾക്ക് എത്ര വയസ്സായി? മാലിക് ഇമാം വെച്ചു, എനിക്ക് എത്ര വയസ്സായി എന്നറിഞ്ഞിട്ട് മോനിക്ക് എന്താ കാര്യം? ഇല്ലല്ലോ, അവിടെ വെറുതെ ഇടപെടണ്ട. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു കുട്ടിനോട് ചോദിച്ചു, മോന്റെ വാപ്പാരാ? അപ്പൊ ആ കുട്ടി ചോദിച്ചു, എന്റെ വാപ്പ ആരാന്ന് അറിഞ്ഞിട്ട് ഉസ്താദിന് എന്തപ്പോ കാര്യം? ഈ കുട്ടിനെ കാണുമ്പോഴൊക്കെ റിഫായി ശൈഖ് പറയും അത്രേ, ഈ കുട്ടിയാണ് എനിക്ക് വലിയൊരു അദബ് പഠിപ്പിച്ചത്. അദബനി എനിക്ക് വലിയ അദബ് പഠിപ്പിച്ചത് ഈ കുട്ടിയാ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത് എന്ന് ഈ കുട്ടിയാണ് എനിക്ക് പഠിപ്പിക്കുന്നത് എന്ന് ആ കുട്ടിനെ വലിയ പുകഴ്ത്തലോടെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. അള്ളാഹ്ക്ക് വളരെ വെറുപ്പുള്ള ഒരു കാര്യമാണ് ഇളാഅത്തുൽ മാൽ. മൂന്നാമത്തെ കാര്യം, സമ്പത്ത് നശിപ്പിക്കൽ. എൻഗേജ്മെന്റിന്റെ പേരിൽ, കല്യാണത്തിന്റെ പേരിൽ ധൂർത്തുണ്ടാവും. എത്രമാത്രം വിപത്താണ് ഈ സമൂഹത്തിൽ നമ്മുടെ കല്യാണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടന്ന കല്യാണത്തിന്റെ റീല് ഇൻസ്റ്റയിൽ ഓടുമ്പോഴാണ് അത് മൊത്തം നമ്മൾ ഇടപെടുക. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തങ്ങ് നഷ്ടപ്പെടും. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്വീൻ. പിശാചിന്റെ സുഹൃത്തുക്കളാണ് ധൂർത്തുകാരെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇബ്ലീസ് നമ്മുടെ സുഹൃത്തായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഖൈറാത്തും അങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ട് നല്ലവരോടൊപ്പം മാത്രം കൂട്ടുകൂടുക. ഒരാൾ ആഖിറത്തിൽ വിജയിക്കുന്നതിന്റെ അടയാളം. ആരാണ് ഈ നല്ലവർ എന്ന് പറഞ്ഞാൽ? കൂട്ടുകാരാക്കുമ്പോൾ എന്താണ് മാനദണ്ഡം പരിഗണിക്കേണ്ടത്? അതിന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞു, ഒന്നുകിൽ നിന്റെ ഇൽമ് അയാൾ കേൾക്കാൻ സന്നദ്ധനാവണം, ഇൽമ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാവണം. അല്ലെങ്കിൽ അയാൾ നിനക്ക് ഇങ്ങോട്ട് ഇൽമ് പറഞ്ഞു തരുന്ന ആളാവണം. ഒന്നുകിൽ നിന്റെ ഇൽമ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാവണം, അല്ലെങ്കിൽ അയാൾ നിനക്ക് ഇൽമ് ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന ആളാവണം. ഇങ്ങനത്തെ അല്ലാത്ത ഒരു കൂട്ടുകാരൻ നിനക്ക് ഉണ്ടാവരുതെന്ന് ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. ഇനി നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ആരൊക്കെ ഈ കൂട്ടത്തിലുള്ളത്? ആഖിറത്തിൽ പലരും പരാജയപ്പെടുമ്പോൾ പറയുന്ന ഒരു വാക്ക് ഖുർആൻ ഒരിടത്ത് ഉദ്ധരിക്കുന്നുണ്ട്, യാ ലൈതനി ലമ്മത്തഖിദ് ഫുലാനൻ ഖലീല. ആ ചങ്ങായിയെ കൂട്ടുകാരനാക്കിയത് കൊണ്ടാണ് ഞാൻ ആഖിറത്തിൽ പരാജയപ്പെട്ടു പോയത്. ഓനാണ് എനിക്ക് ആ ആപ്പ് പഠിപ്പിച്ചെന്ന്. എനിക്കത് അറിയുന്നില്ലായിരുന്നു. കുറച്ച് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം ലഹരിയാ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്, എന്തെല്ലാം ഹറാമാ ചെയ്യിപ്പിച്ചത്. യാ ലൈതനി ലമ്മത്തഖിദ് ഫുലാനൻ ഖലീല. ഇവനെ കൊണ്ടാണ് ഞാൻ നശിച്ചു പോയത് എന്ന് ആഖിറത്തിൽ യൗമ യദുല്ലു ളാലിമു അലാ യദൈഹി വിരൽ കടിച്ച് ടെൻഷൻ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു പറയാണ്, യാ ലൈതനി ലമ്മത്തഖിദ് ഫുലാനൻ ഖലീല. അവനല്ലേ എനിക്ക് പലതും പഠിപ്പിച്ചത്. ജസ്റ്റ് ഫ്രണ്ട്സ് ആടോ, നീ അങ്ങനെ വലിയ ലവ്വറന്നാക്കണ്ട, ജസ്റ്റ് ഒരു ബെസ്റ്റി ആയിട്ട് കൊണ്ടു നടന്നാൽ മതി എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. പിന്നെ ഞാൻ ചെയ്യാത്ത ഹറാമുണ്ടോ? പിന്നെ ഞാൻ പഠിക്കാത്ത തെറ്റുകുറ്റങ്ങളുണ്ടോ? എന്റെ കുടുംബത്തിലെ ഉപ്പാനും ഉമ്മാനും ഉപ്പാപ്പനും ഉമ്മാമനും ഒക്കെ നോക്കുമ്പോൾ എന്റെ വീട് എത്രത്തോളം നല്ല അറ്റ്മോസ്ഫിയർ, ആത്മീയ ചിട്ടയുള്ള ജീവിതമായിരുന്നു. ഞാൻ മുഴുവൻ നശിച്ചു പോയത് ഇവനെ കൊണ്ടാണല്ലോ എന്ന് അവിടുന്ന് ടെൻഷനായിട്ട് എന്താ കാര്യം? അവിടുന്ന് ടെൻഷനല്ല നമ്മൾ ആവേണ്ടത്. അൽയൗമ ആഖിറത്തിൽ ഉളില്ലുഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി. എന്റെ തണലല്ലാതെ വേറൊരു തണലും ഇല്ലാത്ത ദിവസത്തിൽ അല്ലാഹു അർശിന്റെ തണൽ ഓഫർ ചെയ്ത ഒരു വിഭാഗമുണ്ട്. ആരാണവർ? റജുലാനി തഹബ്ബാ ഫില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ടവർ. അങ്ങനത്തെ കൂട്ടുകാരാവണം നമ്മൾ. ദീൻ ഇങ്ങനെ പറയണം. ജമാഅത്തിന് പോവല്ലേ അല്ലേ? നമുക്കൊന്ന് സിയാറത്തിന് പോയാലോ? നമുക്കൊന്ന് മജ്ലിസിൽ പങ്കെടുത്താലോ? നമുക്ക് പള്ളിയിൽ കുറെ പണിയുണ്ട് അത്ര ഉറൂസുമായി ബന്ധപ്പെട്ട്, അതൊക്കെ ചെയ്താലോ? അങ്ങനെ എപ്പോഴും ഹൈർ ചർച്ച ചെയ്യുന്ന മക്കളാവണം. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. നാലാമത്തത് അഖ്ലാഖിഹി മഅൽ ഇഖ്വാൻ. എല്ലാവരോടും നല്ല സ്വഭാവം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ആഖിറത്തിൽ വിജയിക്കും. നല്ല സ്വഭാവം വേണം നമുക്ക്. കുറെ ഇബാദത്ത് ചെയ്തിട്ട് നല്ല സ്വഭാവം ഇല്ലെങ്കിൽ ആഖിറത്തിൽ കുടുങ്ങിപ്പോകും. യഹ്യ ഇബ്നു മുആദ് റാദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചിലർക്ക് നല്ല ഇബാദത്തൊക്കെ ഉണ്ടാവും, പക്ഷേ വീട്ടുകാരോടും കൂട്ടുകാരോടൊക്കെ വളരെ മോശം പെരുമാറ്റാണെങ്കിൽ ആഖിറത്തിൽ പരാജയപ്പെട്ടു. പൂച്ചനെ കെട്ടിയിട്ട് പെണ്ണ് നരകത്തിൽ പോയില്ലേ? കണ്ടോ? അങ്ങനെ നമ്മൾ കുടുങ്ങിപ്പോവാൻ പാടില്ല. നല്ല സ്വഭാവമാണ്. നല്ല സ്വഭാവം ആദ്യം തുടങ്ങേണ്ടത് വീട്ടിലാണ്. നമ്മളെ മക്കളോടും ഭാര്യമാരോടൊക്കെ നല്ല പെരുമാറ്റമായിരിക്കണം. നല്ല പെരുമാറ്റം. നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം ആദ്യം പറയേണ്ടത് നമ്മളെ ഭാര്യയും നമ്മളെ ഭർത്താവുമാണ്. ആദ്യം അവരെടുത്ത് നിന്ന് റാങ്ക് വാങ്ങണം. നാട്ടുകാരെടുത്ത് വലിയ ഹീറോ ആയിട്ട് വീട്ടിൽ ഹീറോ ആയിട്ട് കാര്യമില്ല.
കുടുംബ ക്ലാസ് എടുക്കാനൊക്കെ എളുപ്പമാണ്, സൈക്കോളജി ക്ലാസ് എടുക്കാനും എളുപ്പമാണ്. നല്ല കുടുംബത്തിൽ ജീവിക്കൽ കുറച്ച് പ്രയാസമുണ്ട്. അങ്ങനെ ജീവിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഭാര്യയോട് ചൂടാവരുത്. അവര് നമ്മളെ വസ്ത്രം അലക്കിച്ചേർത്ത് അവർക്ക് നിർബന്ധമൊന്നുമില്ല. നമ്മളെ കുട്ടിക്ക് പാലെടുത്ത് കൊടുക്കൽ അവർക്ക് നിർബന്ധമില്ല. നമ്മുടെ വീട് വൃത്തിയാക്കലും ഖിദ്മത്തുൽ ബൈത്ത് അവർക്ക് നിർബന്ധമൊന്നുമില്ല. എന്നിട്ടും അവരൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലേ? അത് നമ്മൾ അവരോട് സ്നേഹം കാണിക്കണം. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, ഷാറാൻ ഇമാമിന്റെ ഭാര്യ അസുഖം പിടിച്ച് കിടത്തത്തിലായപ്പോൾ ആ ഷാറാൻ ഇമാമിന്റെ ഭാര്യയുടെ നജസ് മുഴുവനും കാഷ്ടവും മൂത്രമൊക്കെ ഈ വലിയ ഇമാമായിരുന്നു വൃത്തിയാക്കി കൊടുത്തിരുന്നത്. കുട്ടി പാതിരാക്കണീറ്റിട്ട് കരയുമ്പോൾ ഈ കുട്ടീനെടുത്തിട്ട് അപ്പുറത്തെ റൂമിലോ മറ്റോ പോയിട്ട് താലോലിക്കും. എന്തിന്? ഭാര്യന്റെ ഉറക്ക വിഷമാണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇതായിരുന്നു ഇന്നലകളിൽ ജീവിച്ച മഹാന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടില്ലേ? ആയിഷ ബീവി പറയുന്നുണ്ടല്ലോ, നമ്മൾ അടുക്കള പണിയിൽ സഹായിക്കും, പാത്രം കഴുകിത്തരും, ബക്കറ്റ് ശരിയാക്കും, ചെരുപ്പ് തുന്നും, നമ്മൾക്ക് എല്ലാ നിലക്കും ഹെൽപ്പ് ചെയ്യും തങ്ങൾ. ആടിനെ കറന്നുതരും. എന്തൊക്കെയാണ് ഹെൽപ്പ്! സുഫിയ ബീവിക്ക് ഒട്ടകത്തിന്റെ മേലെ കയറാൻ പറ്റുന്നില്ല. അപ്പൊ തങ്ങൾ കാല് നീട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, സുഫിയ എന്റെ കാലിന്റെ മേലെ ചവിട്ടിയിട്ട് അങ്ങ് കയറിക്കോളി. സഫിയ ബീവിയെ വാഹനത്തിൽ കയറ്റാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാല് നീട്ടി കൊടുക്കാൻ. അങ്ങനെ നല്ല സ്വഭാവമായിരിക്കണം എല്ലാവരോടും, സുഹൃത്തുക്കളോടും. അഞ്ചാമത്തത് വബദലു മഅറൂഫിഹി ലിൽ ഖൽഖ്, എല്ലാവർക്കും നമ്മൾ ഗുണം ചെയ്യണം. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാസാണിത്. റിഫായി ശൈഖിന് ഇത്ര വലിയ ദറജ കിട്ടിയത് എന്താ കാരണം? റിഫായി ശൈഖിന്റെ ഒരു വാക്ക് ഞാൻ ഇവിടുന്ന് വായിക്കാം. എന്താണ് റിഫായി ശൈഖ് അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ എന്താ അതിന്റെ കാരണം? എന്താ? ഒരു സൂഫിയായ ജീവിതം റിഫായി ശൈഖിന് കിട്ടിയത് എങ്ങനെ? റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഉന്നത സ്ഥാനത്തേക്ക് എത്തുന്നത് എങ്ങനെ? റിഫായി ശൈഖിന്റെ ഒരു വാക്ക് ഞാൻ വായിക്കാം. ഉൻദുർ കൈഫ കാന നബിയുക അലൈഹി അഫ്ളലുസ് സ്വലവാത്തി വത്തസ്ലീമാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് നീ പഠിക്കണം. റിഫായി ശൈഖ് പറയാ, വകൈഫ ഖാല, റസൂൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരാളോട് മിണ്ടുമ്പോൾ നബി തങ്ങൾ എങ്ങനെയാ മിണ്ടാറുള്ളത്? വകൈഫ ഖാലക്കന്നാസ ബർറൻ വഫാജിറൻ, ജനങ്ങളോട് അത് നല്ല ആളാണെങ്കിലും മോശമാളാണെങ്കിലും അവരോടൊക്കെ എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റം? ഇതൊക്കെ നീ പഠിച്ചിട്ട് വഅമൽ ബി അമലിഹി, റസൂൽ ജീവിച്ച പോലെ നീ ജീവിക്കുക. വഖുൽ ബി ഖൗലിഹി, തങ്ങൾ പറഞ്ഞ പോലെ നീ പറയുക. വതഖല്ലഖ് ബി ഖുലുഖിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സ്വഭാവം പോലെ നിന്റെ സ്വഭാവത്തെയും ക്രമപ്പെടുത്തുക. ഇനി വൈൻ കുന്ത ലാ തഅലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാ ജീവിച്ചത് എന്ന് നിനക്കറിയില്ലേ എങ്കിൽ ഫസ്അലിൽ ഉലമാ, നാട്ടിലെ ഉസ്താദ്മാരോട് നീ ചോദിക്കുക. അള്ളാഹു തന്നെ പറയണില്ലേ, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, അറിവില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കാനല്ലേ പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാ പെരുമാറിയത്, എങ്ങനെയാണ് സംസാരിച്ചത്, എങ്ങനെയാണ് അവിടുത്തെ ഇടപെടലുകൾ, ഇതൊക്കെ പഠിച്ചിട്ട് തങ്ങളെ ജീവിതം പോലെ നമ്മളും ജീവിക്കും. ഒരാൾ നന്നാവാനുള്ള വഴി പറയാം. ഇങ്ങനെ ജീവിച്ചാളെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും പാവപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. റിഫായി ശൈഖ് പാവപ്പെട്ടവർക്ക് വേണ്ടി കാട്ടിൽ പോയിട്ട് വിറക് ശേഖരിച്ചിട്ട് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കും. രോഗികളുടെ വസ്ത്രം അലക്കി കൊടുക്കും. ഉമ്മു അബീദ എന്ന തന്റെ നാട്ടിന്റെ പുറത്താണ് രോഗികൾ ഉള്ളതെങ്കിലും അവിടെ പോയിട്ട് രോഗം കാണാൻ റിഫായി ശൈഖ് ശ്രമിക്കും. നല്ല ആളാണെങ്കിലും മോശാളാണെങ്കിലും റിഫായി ശൈഖ് രോഗസന്ദർശനം നടത്തും. കാഴ്ചയില്ലാത്തവരുടെ കൈ പിടിച്ചിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കും. യതീമക്കൾക്ക് ഉപ്പയെ പോലെ സ്നേഹം കൊടുക്കും. നാട്ടിൽ ആരൊക്കെ പാവപ്പെട്ടവരുണ്ടോ അവർക്കൊക്കെ കാരുണ്യ പ്രവർത്തനങ്ങൾ, സാന്ത്വന പ്രവർത്തകനായി ഉത്തരവാദിത്വം നിർവഹിക്കും. തീർന്നോ? ഇല്ല. മനുഷ്യന്മാരോട് മാത്രമല്ല, തൻ്റെ വീട്ടിൽ ഉള്ള പൂച്ച, പരിസരത്ത് വന്ന നായ, എന്തിനധികം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇങ്ങനെ കൈ നീട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പൊ ശിഷ്യൻ ഓടി വന്നിട്ട് കൈ ചുംബിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അപ്പൊ ശിഷ്യനോട് പറയും, എന്താ മോനെ, എന്റെ കയ്യിൽ നിന്നൊരു കൊതുക് രക്തം കുടിക്കുന്നുണ്ടായിരുന്നു, അത് കുടിച്ചു തീരുന്നവരെ ഞാൻ പിടിച്ചു തന്നതാണ്. കണ്ടോ? ഷർട്ടിന്റെ കൈയുടെ മേലെ ഒരു പൂച്ച ഉറങ്ങി. അപ്പൊ ഈ ഷർട്ട് ഇട്ടിട്ടാണ്, ഈ കുപ്പായിട്ടിട്ടാണ് നിസ്കരിക്കാൻ പോകേണ്ടത്. പൂച്ചന്റെ ഉറക്ക് പ്രയാസപ്പെടുമെന്ന് വിചാരിച്ചിട്ട് റിഫായി ശൈഖ് ആ കുപ്പായത്തിന്റെ ഭാഗം, ആ കൈയുടെ ഭാഗം ഉണ്ടല്ലോ കുപ്പായത്തുനിന്ന്, അത് കട്ട് ചെയ്തിട്ട് ഒരു കൈ ഇല്ലാണ്ട് പോയിട്ട് നിസ്കരിച്ചു. തിരിച്ചു വന്നിട്ട് അത് ഫിറ്റ് ചെയ്തു, തുന്നിപ്പിടിപ്പിച്ചു.
എന്താണ് റിഫായിന്റെ ജീവിതം? തന്റെ നാട്ടിലേക്ക് വന്നിരിക്കുന്ന നായക്ക് കുഷ്ഠരോഗം ബാധിച്ചെന്ന് കണ്ടപ്പോ ഒരു പന്തൽ കെട്ടി, ഇതേപോലത്തെ ടാർപ്പായൊക്കെ വെച്ചിട്ട് ഒരു പന്തൽ കെട്ടി, ഒരു ടെന്റ് കെട്ടി. 40 ദിവസം ആ നായനെ ചികിത്സിച്ചു. വെള്ളം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, മരുന്ന് വെച്ചു കൊടുത്തു. ഞാനൊക്കെ മുമ്പ് ചിന്തിച്ചത് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് MLT-കാരൊക്കെ ലാബിലൊക്കെ ഇടുന്ന പോലെ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടായിരുന്നു ചെയ്തിരുന്നതെന്നാണ് വിചാരിച്ചത്. നൂറുൽ അബ്സാറിലൊക്കെ കാണാം, രാവിലെയും വൈകുന്നേരം 7 പ്രാവശ്യം കഴുകും കൈ. അപ്പൊ തൊടുന്ന അർത്ഥം മണ്ണ് കലക്കിയ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ 7 പ്രാവശ്യം കഴുകിയിട്ട് അവിടുന്ന് ജീവിതം. 40 ദിവസം അതിനെ ചികിത്സിച്ച് അതിന് ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടിയെന്ന് കണ്ടപ്പോൾ അൽഹംദുലില്ലാഹ് കണ്ട. അപ്പോ ഒന്ന സമയത്ത് റിഫായിന്റെ കണ്ണിലെന്താ സന്തോഷം. ഉത്തരവാദിത്തമാണ് നമ്മുടെ. ഇതാണ് നമ്മുടെ ജീവിതം. ഈ റിഫായി ഷേഖ് തങ്ങൾ എങ്ങനെ ജീവിച്ചോ അതുപോലെ സുന്നത്തുകൾ ജീവിതത്തിൽ എടുത്തിട്ട് ജീവിച്ച ഈ മോന് റൗളയിൽ പോയിട്ട് ചോദിക്കുകയാണ്, ഫീഹാലത്തിൽ പോയത് റൂഹി കുന്തുർസിലുഹ. ഈ അഹമ്മദ് മുത്തനബിയെ എപ്പോഴും റൂഹ്, ആത്മാവും മനസ്സൊക്കെ മദീനയിൽ തന്നെയാണ്. ഇപ്പിതാ ഉടലോടെ വന്നിട്ടുണ്ട്. ഫംദുദ് യമീനൊക്കെ തങ്ങളുടെ കൈ നീട്ടിത്തരോ എന്ന് ചോദിച്ചാൽ ഈ പൊന്നുമോനിക്ക് എങ്ങനെയാ മൊത്തം തങ്ങൾ കൊടുക്കാണ്ടിരിക്കുക? എൻ്റെ ഈ മോനിക്ക് എങ്ങനെ കൊടുക്കാണ്ടിരിക്കാന്ന് ചിന്തിക്കൂല. അവിടുന്ന് റൗദിന്റെ വാതിൽ തുറന്നില്ലേ, 2 കൈ പുറത്തേക്ക് വന്നില്ലേ, വേണ്ടുവോളം ചുംബിച്ചില്ലേ, ചുടുചുംബനങ്ങൾ കൊടുത്തില്ലേ, 500 പേര് അത് കണ്ടില്ലേ, ചരിത്രത്തിലില്ലേ, അൽഹാമിലിൽ ഫത്താവയിൽ ഒരു കിതാബിനില്ലേ, അതിന് 500 പേര് കണ്ടില്ലേ. അതാണ് എല്ലാവർക്കും സാന്ത്വന പ്രവർത്തകനാവും. ഒറ്റയാനായി ജീവിക്കരുത്. എടാ കല്യാണം നടത്തണ്ടേ? ആ നടത്തണം. എത്ര ആളെ വിളിക്കണം? കുറച്ചാളെ വിളിച്ചിട്ട് വേഗം കല്യാണം നടത്താൻ മതി എന്നല്ല. കുറച്ച് പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുക, നാട്ടിലെ പാവങ്ങളായ മുത്താലിമീങ്ങളൊക്കെ ക്ഷണിക്കുക, എല്ലാവരും പരിഗണിക്കുക, എല്ലാ മനുഷ്യന്മാരും പരിഗണിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ കുറേ ഉണ്ടാക്കിയിട്ടൊക്കെ എന്താ വേണ്ടത്? മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകി കഫം പുടക്ക് കീശുണ്ടാവും. ചെറിയ ഫോണ് പോയിട്ട് ഒന്നും കൊണ്ടുപോകില്ലല്ലോ. കഫം പുടക്ക് പോക്കറ്റ് ഉണ്ടോ? ഒന്നും കൊണ്ടുപോകില്ല. വലിയ സംഭവം ഓടിയായാലും ഫോർച്യൂണർ ആയാലും എടുത്തിട്ട് വല്ല മാർക്കറ്റിലേക്കും സൂപ്പർ മാർക്കറ്റിലേക്കും ഗ്ലോസറിയിലേക്ക് പോയിട്ട് സാധനം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അയാൾക്കൊരു സ്ട്രോക്കോ ബ്ലോക്കോ വരുന്നത്. അയാളെ വണ്ടിയാണെങ്കിൽ എന്തോ കോഡുണ്ട്, ലോക്കാണ്. ഇതെങ്ങനെയാന്ന് ഇയാൾക്കല്ലാതെ അറിയില്ല. ഇയാൾ ബോധം പോയിട്ടുണ്ട്. അപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വണ്ടിയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഗോഡൗണിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ടക്ക ടക്ക എന്ന സൗണ്ടുള്ള ഗുഡ്സ് ഓട്ടർച്ച പൈനാപ്പിളൊക്കെ മടക്കി വെച്ച് ബത്തക്കൊക്കെ ചെരിച്ച് വെച്ചിട്ട് ഇയാളിങ്ങനെ മടക്കി കുത്തിയിട്ട് അതിൽ കൊണ്ടുപോകുമ്പോൾ അയാൾ മരിച്ചാൽ ഇത്രയേ ഉള്ളൂ ജീവിതം. പിന്നെന്തിനാ ഈ അഹങ്കരിക്കണം? എന്തപ്പോ അഹങ്കരിച്ചിട്ട് കാര്യം? ഉള്ളത് ജീവിതത്തിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക. ഒരു മനുഷ്യപ്പറ്റുണ്ടാകുക നമ്മുടെ ജീവിതത്തിൽ. എന്നിട്ട് അവര് സന്തോഷിക്കുമ്പോൾ നമുക്കും സന്തോഷം ഉണ്ടാവും. അതാണ് വേണ്ടത്. വഹ്തിമാമുഹു, പാവങ്ങളെ വിഷയത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൽപ്പിക്കുക. ലാസ്റ്റ് 6-ാമത്തത് മഹാനവറുകൾ പറയാണ്, മുറാഅത്തുഹു ലി ഔഖാതിഹി, സമയം നന്നായി പരിഗണിക്കുകയും ചെയ്യുക. വെറുതെ സമയം കളയരുത്, കാലം തീർക്കരുത്. എല്ലാ ദിവസവും 1:30, 2 മണി, 12:38 ഇങ്ങനെ വാട്സപ്പിന്റെ ലാസ്റ്റ് സീനിലൂടെ എല്ലാ ദിവസവും അങ്ങനെ. എങ്ങനെയാ നമുക്ക് സ്വർഗം കിട്ടുക? എങ്ങനെ നമ്മൾ വിജയിക്കുക? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അദ്ദുനിയ സാഅ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമോനെ, ഫജ്അൽഹാ തുആ, അതിനെ ഇബാദത്താക്കി മാറ്റണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിനെ സമയമൊക്കെ കൃത്യം ഉപയോഗിച്ച് നല്ലവരായി ജീവിക്കാൻ ഈ വയലിന്റെ സദസ്സ് അല്ലാഹു ഒരു കാരണമാക്കി പെരുമാറാവട്ടെ.